Things I stopped tolerating after growing up. Hello guys, it's me Ansi. Welcome back to my YouTube channel. സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു കാലത്ത് എനിക്ക് നോ പറയാൻ പേടിയായിരുന്നു. പേടി എന്നതിലുപരി ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഹർട്ടാവോ, അല്ലെങ്കിൽ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ ആയിരുന്നു എനിക്ക്. എന്നാൽ ഇന്ന് എൻ്റെ പീസ് ഡിസ്റ്റർബ് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നോ എന്ന് പറയാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഒരിക്കലും ഏജ് ഇൻക്രീസ് ചെയ്യുന്നതല്ല, സെൽഫ് റെസ്പെക്ട് ലേൺ ചെയ്യുന്നത് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലായാലും ഫ്രണ്ട് സർക്കിളിലായാലും ജോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, ഡിസ്റെസ്പെക്ട് ചെയ്യുന്നവരുണ്ട്, ബോഡി ഷേമിങ് വരെ നടത്തുന്നവരുണ്ട് അല്ലേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലർക്കെങ്കിലും ഇതൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. മുൻപൊക്കെ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നമുക്ക് ഉള്ളിൽ ഹർട്ടാവുന്നുണ്ടെങ്കിലും പുറമേ അങ്ങ് ചിരിച്ച് കളയാറാണ് പതിവ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു ജോക്കല്ല. ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ജോക്കാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പോളിസിയാണ് ഡിസ്റ്റൻസ് ഈസ് മൈ പവർ, സൈലൻസ് ഈസ് മൈ ആൻസർ. ഈ ഒരു പോളിസിയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം അത് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ജോക്കാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഹെർട്ടാവുകയാണ് നമുക്ക്. ആ സമയം നമ്മൾ അവിടെ നിന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ പിന്നെ നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ നമുക്കതൊരു വിഷമായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്ത ആളാണോ എന്നൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ആ സമയം നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുക, നമ്മൾ മൗനം പാലിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഹാബിറ്റാണ് പീപ്പിൾ പ്ലേസിങ്. എല്ലാവർക്കും ഇഷ്ടമാകണം എന്ന് വെച്ചിട്ട് എൻ്റെ റിയൽ പേഴ്സണാലിറ്റിയെ ഞാൻ മറച്ചു വയ്ക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഡ്രസ്സിങ്ങിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒപ്പീനിയൻ പറയേണ്ടി വന്നു കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ഇപ്പം എനിക്ക് നോ എന്ന് പറയണമെന്ന് തോന്നുന്ന പല സ്ഥലങ്ങളിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് യെസ് പറയേണ്ട പല അവസ്ഥകളും എനിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മറ്റുള്ളവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ അപ്രിസിയേഷൻ അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റൊരു കാര്യമാണ് ഡ്രെയിനിങ് കോൺവെർസേഷൻസ്. അതായത് ഇപ്പോൾ എനിക്കൊരു കാര്യത്തിന് എന്തെങ്കിലും സജഷൻ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ ഒരു പക്ഷേ നെഗറ്റീവ് ആയിരിക്കാം. അവരാണെങ്കിലോ എന്ത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളായിരിക്കാം അല്ലേ. നമ്മളെന്നാൽ കറക്റ്റായിട്ട് അവരുടെ അടുത്ത് തന്നെ പോയി പറയുകയും ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അവരാണെങ്കിൽ നമ്മളൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സജഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവരോട് ചോദിക്കുന്നത്, ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ അവരാണെങ്കിലോ നമുക്ക് മോട്ടിവേഷൻ തരില്ല എന്ന് മാത്രമല്ല, നമ്മളെ ഉള്ള കോൺഫിഡൻസും കളഞ്ഞ് നമ്മളെ ഫുൾ നെഗറ്റീവ് അടുപ്പിച്ചിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണം എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരാളുടെ അഭിപ്രായം ഞാൻ ഇത് ചെയ്താൽ കൊള്ളാവുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചാൽ ലൈഫ് ഓട്ടോമാറ്റിക്കായിട്ട് സിംപ്ലിഫൈ ആവും. ഇഫ് യു ക്യാൻ ലൈക്ക് ദിസ്, കം ആൻഡ് ഗ്രോൺ അപ്പ്. If you want more real talks, please like, share and subscribe. Tata, bye bye.